ഗൈസ് ഒരു ആൻറ്റിക് ഷോപ്പിലേക്കാണ് കയറുന്നത്, കാരക്കുടിയിലുള്ളത്. കുറച്ച് പർച്ചേസിങ്. ഫോട്ടോസ് അലൗഡ് അല്ല? ഓക്കെ. ഇവിടെ അവർക്ക് പറയുന്ന റേറ്റാണ്, കുറച്ച് കൂടുതലായിരിക്കും ഈ ആൻറ്റിക് ഷോപ്പിലൊക്കെ. അതുകൊണ്ട് ആരൊന്നും മേടിച്ചിട്ടില്ല. ഞാൻ എന്തായാലും മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല. ദിസ് ഈസ് എക്സ്പെൻസീവ് ഹിയർ, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ എവിടെയും നിർത്തിയില്ല, നേരെ അത്തൻകുടി പാലസിലേക്ക്. ഗൈസ് വി റീച്ച്. ഇതാണ് കൊട്ടാരം. കൊട്ടാരം ഇതാണ് അത്തൻകുടി പാലസ്. ഈ ചെട്ടിയാർമാരുടെ ഹോം ടൗൺ ആയിരുന്നു ചെട്ടിനാട്. ഇവര് ബേസിക്കലി ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. പലതരം രത്നങ്ങൾ, അരി, സ്പൈസസ് ഇതെല്ലാം ഇവര് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഇത് കൂടാതെ സൗത്ത് ഇന്ത്യയിലെ ഒരു മേജർ ബാങ്കിങ് കമ്മ്യൂണിറ്റി കൂടി ആയിരുന്നു ഈ ചെട്ടിയാർ കമ്മ്യൂണിറ്റി. അപ്പോ ഇതിൽ നിന്നൊക്കെ ഇവർക്ക് ധാരാളം പൈസ കിട്ടിയിരുന്നു. അപ്പോ ഇത്രയും പൈസ കയ്യിലുള്ളത് കൊണ്ട് അവര് വീടുകളല്ല, പകരം ഇതുപോലത്തെ പാലസുകളാണ് പണിതത്. ഇങ്ങനത്തെ കുറച്ച് പാലസുകളിലാണ് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുക. അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. கண்ணனி அன்போடு காதலன் நான் எழுதும் கடிதமே பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. ഗൈസ് ഞങ്ങളൊരു ടൈൽ ഫാക്ടറിയിൽ കയറിയിരിക്കുകയാണ്. ശിവശക്തി ടൈൽ ഫാക്ടറി. അങ്ങനെ പാലസിൽ നിന്ന് ഇറങ്ങി ടൈൽ മേക്കിംഗ് കാണാനായി അവിടെ അടുത്തുള്ള ഒരു ടൈൽ ഫാക്ടറിയിൽ കയറി. പക്ഷേ ടൈം കഴിഞ്ഞാടിച്ച് 2 മണി വരെ ഉള്ളൂ. ഇപ്പോൾ അതെ 2:30 അരമണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ ആ പാലസിൽ കയറി ഇവിടെ വരുമ്പോഴത്തേന് പാലസിൻ്റെ അടുത്ത് തന്നെയാണ്. ഒരു കിലോമീറ്റർ അങ്ങനെ 1 കിലോമീറ്റർ മാറിയിട്ടാണ് ഇവിടെ. പക്ഷേ മേക്കിംഗ് കഴിഞ്ഞ ടൈൽസിൻ്റെ. ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്ത ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 2 പാലസ് വിസിറ്റും കഴിഞ്ഞ് ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. പോണ വഴിയിൽ ഡിണ്ടിഗലിൽ നിന്ന് ഡിണ്ടിഗൽ ബിരിയാണിയും കഴിച്ച് നേരെ തൃശ്ശൂർക്ക്.